വെൽക്കം ടു എഡ്യൂന അക്കാഡമി. എഡ്യൂന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റിയിലേക്ക് പുതിയ വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ലാബ് ടെക്നീഷ്യൻ ഉണ്ട്, ക്ലർക്ക് ഉണ്ട്, LD ടൈപ്പിസ്റ്റ്, ആയുർവേദ തെറാപ്പിസ്റ്റ്, LD ടൈപ്പിസ്റ്റ് തുടങ്ങിയ തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇത് സ്ഥിര നിയമനമാണ്. അതായത് കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദി ഗവൺമെൻറ് ഓഫ് കേരള അണ്ടറിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിലേക്കാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ വിളിച്ചിട്ടുണ്ട്. ഫോളോയിങ് പോസ്റ്റ് ഓൺ റെഗുലർ ബേസ്, സ്ഥിര നിയമനത്തിനാണ് വിളിച്ചിരിക്കുന്നത്. ഈ കാൻഡിഡേറ്റ്സിന് ഇത് ഓൺലൈൻ മോഡിൽ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. CMD കേരളയുടെ വെബ്സൈറ്റിൽ വഴി ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ആപ്ലിക്കേഷൻ സബ്മിഷൻ ലിങ്ക് വിൽ ഓപ്പൺ 1/1/2025 മുതൽ ഓപ്പൺ ആകും. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 20/1/2025 5 PM വരെയാണ്. ഇനി ഓരോ തസ്തികയിലേക്ക് നോക്കാം. കാറ്റഗറി നമ്പർ 101/2024. ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് ലാബ് ടെക്നീഷ്യൻ ആണ്. പാസ് ഇൻ VHSC MLT കോഴ്സ് ഓർ പാസ് ഇൻ +2 വിത്ത് സയൻസ് ഗ്രൂപ്പ് ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. രണ്ടാമത്തത് പാസ് ഇൻ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി DMLT കോഴ്സ് കണ്ടക്ടഡ് ഇൻ മെഡിക്കൽ കോളേജ് ഓഫ് കേരള ഓർ ഇറ്റ്സ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ എ വാലിഡ് കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ. സ്കെയിൽ അപ്പ് വരുന്നത് 15,600 മുതൽ 75,400 വരെ. ഏജ് 1/1/2024 18-നും 36-നും ഇടയിലായിരിക്കണം. കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ 2/1/1988 മുതൽ 1/1/2006 വരെ. ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂഡഡ്. Are eligible to apply for the post. SC, ST, OBC and PH are eligible for usual age relaxation. Number of vacancy നോക്കാം. 1+1. ഒരു വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ഓപ്പൺ കോമ്പറ്റീഷനിലാണ് വേക്കൻസി വരുന്നേക്കുന്നത്. ജനറൽ കാറ്റഗറിക്ക് 500 രൂപയാണ് ഫീസ്, ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC, ST കാറ്റഗറിക്കാർക്ക് 300 രൂപയും. രണ്ടാമത്തെ പോസ്റ്റ് 102/2024 ക്ലർക്കാണ്. പാസ് ഇൻ SLC ഓർ ഇക്വലന്റ്, ഡിസൈറബിൾ പ്രൊഫഷൻസി ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ. SLC പാസ്സായിരിക്കണം. പ്രൊഫഷൻസി ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് അറിഞ്ഞിരിക്കണം. അഭിലഷണീയ യോഗ്യതയാണത്. സാലറി സ്കെയിൽ അപ്പ് ആണ്. 26,500 മുതൽ 60,700 വരെയാണ്. ഏജ് ലിമിറ്റ് വന്ന് 18 മുതൽ 36 വരെയാണ്. അതായത് കാൻഡിഡേറ്റ് ജനിച്ചിരിക്കേണ്ടത് 2/1/1988 2/1/1988-നും 1/1/2006-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. SC, STക്കാർക്കും OBCക്കാർക്കും PH കാർക്കും സാധാരണയുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. നമ്പർ ഓഫ് വേക്കൻസി എത്ര നോക്കാം. വേക്കൻസി വന്നിരിക്കുന്നത് 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. പ്രതീക്ഷിത ഒഴിവിലേക്കാണ് പിടിച്ചിരിക്കുന്നത്. ഓപ്പൺ കോമ്പറ്റീഷനാണ്. ജനറൽ കാറ്റഗറിക്ക് ഫീസ് വരുന്നത് 500 രൂപയും SC, ST കാറ്റഗറിക്ക് 300 രൂപയായിരിക്കും. മൂന്നാമത്തെ തസ്തിക ക്ലർക്ക്. പാസ് ഇൻ SLC ഓർ ഇക്വലന്റ്, ഡിസേബിൾ പ്രൊഫഷൻസി ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ.
സാലറി സ്കെയിൽ വരുന്നത് 26,500 മുതൽ 60,700 വരെ. 18-നും 41-നും ഇടയിലുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ 2/1/1983-നും 1/1/2006-നും ഇടയിലായിരിക്കണം. നും 41-നും ഇടയിലുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്പർ ഓഫ് വേക്കൻസി വരുന്നത് 2 ഇത് റിസർവേഷൻ പോസ്റ്റാണ്. റിസർവ്ഡ് ഫോർ SC കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർക്ക് റിസർവ് ചെയ്തിരിക്കുന്നു. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 300 രൂപയാണ്. അടുത്ത കാറ്റഗറി വന്ന് 202/2024 LD ടൈപ്പിസ്റ്റ് ആണ്. ക്വാളിഫിക്കേഷൻ പറയുന്നത് പാസ് ഇൻ SLC ഓർ ഇക്വലന്റ്, KGTA ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്, KGTA ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ പാസ്സായിരിക്കണം ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്. IMC certificates in typewriting will not be accepted. Those who have passed KGT typewriting before January 2002 should produce separate certificate in computer word processing or its equivalent. IMC certificate in typewriting ഈ തസ്തികയിലേക്ക് പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ KGT ടൈപ്പ് റൈറ്റിംഗ് 2002 മുമ്പ് പാസ്സായവർ സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഹാജരാക്കേണ്ടതാണ്. സ്കെയിൽ പേ വരുന്നത് 26,500 മുതൽ 60,700 വരെ. ഏജ് ലിമിറ്റ് 18-നും 41-നും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നമ്പർ ഓഫ് വേക്കൻസീസ് 1 റിസർവ്ഡ് ഫോർ SC ആണ്. ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെട്ടവർക്ക് വേണ്ടി റിസർവ് ചെയ്ത വേക്കൻസിയാണ്. ആപ്ലിക്കേഷൻ ഫീ 300. 203/2024 ആയുർവേദ തെറാപ്പിസ്റ്റ് മെയിലാണ്. പാസ് ഇൻ SLC ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ, പാസ് ഇൻ മെഷേഴ്സ് ട്രെയിനിങ് കോഴ്സ്, ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. സ്കെയിലപ്പ് വരുന്നത് 27,900 മുതൽ 63,700 വരെ. 18-നും 41-നും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. റിസർവ്ഡ് ഫോർ SC 1 പോസ്റ്റാണുള്ളത്. SC കമ്മ്യൂണിറ്റിക്ക് വേണ്ടി റിസർവ് ചെയ്തതാണ്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 300 രൂപയാണ്. അടുത്ത തസ്തിക 301/2024 LD ടൈപ്പിസ്റ്റ്, പാസ് ഇൻ SLC ഓർ ഇക്വലന്റ്, KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്, KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ്. മുൻപ് പറഞ്ഞ പോലെ IMC സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുന്നതല്ല. KGT ടൈപ്പ് റൈറ്റിംഗ് കോഴ്സ് 2002 മുമ്പ് പാസ്സായവർക്ക് സെപ്പറേറ്റ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 18-നും 36-നും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. ഏജ് റിലാക്സേഷൻ ഉണ്ട് ഈ തസ്തികയ്ക്ക്. ഏജ് റിലാക്സേഷൻ അപ് ടു 15 years will be given to the blind, deaf and dumb and 10 years to the orthopedically handicapped person over and above the existing upper age limit prescribed for direct recruitment. സ്കെയിൽ അപ്പ് വരുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസി വരുന്നത് 1 റിസർവ്ഡ് ഫോർ PH ആണ്. ജനറൽ കാറ്റഗറിക്ക് ഇതിലെ ഫീസ് വരുന്ന ആപ്ലിക്കേഷൻ ഫീ വരുന്ന 500-ഉം SC/ST കാറ്റഗറിക്ക് 300 രൂപയായിരിക്കും.
The relaxation in upper age limits are available subject to the condition that the maximum age limit shall in no case exceed 50 years. Relaxation in upper age limit 50 വയസ്സ് വരെയാണ്. Application ആപ്ലിക്കൻസ് നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് എലിജിബിലിറ്റി അനുസരിച്ച് അപ്ലൈ ചെയ്യുക. Admittance to the all stages of recruitment will be provisional only. Any discrepancy found during the detailed scrutiny of the applicant's credentials at any stage will be result in rejection of candidate. എല്ലാ ആപ്ലിക്കേഷൻ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കുന്നതാണ്. അതിലെന്തെങ്കിലും അപാകത കണ്ടു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതാണ്. കാൻഡിഡേറ്റിന് ഓൺലൈൻ മോഡിലാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ കഴിയുന്നത്. ഓൺലൈൻ അല്ലാതെ ഉള്ള ഏത് രൂപത്തിലുള്ള അപേക്ഷ റിജക്റ്റ് ചെയ്യുന്നതാണ്. CMD കേരളയുടെ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻസ് സമർപ്പിക്കാവുന്നത്. ഓൺലൈനായി സമർപ്പിക്കണം. Candidate will have to upload their passport size photograph taken within 6 months. ആറ് മാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും JPEG ഫോർമാറ്റിലായിരിക്കണം. ഫോട്ടോഗ്രാഫ് ലെസ് ദാൻ 200 KB ആയിരിക്കണം. സിഗ്നേച്ചർ ലെസ് ദാൻ 50 KB. Those who upload the photograph in any other format will be rejected. Application with blurred or illegible photo or signature will be rejected summarily. ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക. Thanks for watching my video. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോസ് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ചാനൽ മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. വീഡിയോസും ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുക. വീഡിയോസ് ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.